എല്ലാ വീടുകളിലും ഉറുമ്പുകൾ വരാറുണ്ട്. ഉറുമ്പ് വരാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. പൊതുവേ നമ്മൾ പറയാറുണ്ട് കറുത്ത ഉറുമ്പ് വരുന്നത് നല്ലതാണ്, ചുവന്ന ഉറുമ്പ് വരുന്നത് ദോഷമാണ്. ഇങ്ങനെ പണ്ടുള്ളവർ പറയുന്നത് നമുക്കറിയാം. പക്ഷേ ലക്ഷണശാസ്ത്രത്തിൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഉറുമ്പുകൾ വരുന്ന ദിക്ക്, എങ്ങനെ വരുന്നു, അതിൻ്റെ നിറം എന്താണ്, ഇതിനെ എവിടെ കാണുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നു. എന്തൊക്കെയാണ് ഉറുമ്പുകൾ വന്നാലുള്ള ശുഭ അശുഭ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. നമസ്കാരം, രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഉറുമ്പുകളെ കുറിച്ചാണ്. ഉറുമ്പുകൾ സർവ്വവ്യാപിയാണ് അല്ലേ, എവിടെ നോക്കിയാലുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഇത് വരുന്നത് ഒരു സൂചനയും കൊണ്ടാണ്. എന്താണ് ആ സൂചന, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഉറുമ്പുകൾ വരുന്നതാണ് ശുഭം അല്ലെങ്കിൽ അശുഭം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സാധാരണയായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രകൃതി നൽകുന്ന സൂചന. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചോളൂ, ഈ നമ്മൾക്കൊരു ഇഷ്ട ദൈവം എന്നുള്ളത് കാണും. അതുപോലെ തന്നെ ശനീശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ശനി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും നല്ല രീതിയിൽ അനുഗ്രഹിക്കുന്ന മറ്റൊരു ദൈവമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം നമ്മുടെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ശനി. നമ്മൾ എത്രത്തോളം നല്ലതാണോ ചെയ്യുന്നത് അത്രത്തോളം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒന്നായിട്ടാണ് ശനിയെ കണക്കാക്കുന്നത് ജ്യോതിഷത്തിൽ. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അപ്പോൾ തന്നെ, അതാണ് ശനി എന്ന് പറയുന്നത്. അപ്പോൾ ശനീശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദൈവം ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നൽകുന്ന സൂചന, പ്രപഞ്ചവ്യാപിയായ ഈശ്വരൻ നൽകുന്ന ഒരു സൂചന. അത് ഇസ്ലാം ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, അവർക്ക് നൽകുന്ന ഒരു സൂചന. അപ്പോൾ എന്താണ് ഈ ഉറുമ്പുകൾ? സാധാരണയായിട്ട് നമുക്കറിയാം, ഉറുമ്പുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഉറുമ്പുകൾ കൂട് വയ്ക്കുന്നത് മരത്തിന്റെ ഇലകൾക്കുള്ളിലാണ് കൂടുതലും, അല്ലേ? പലപ്പോഴും നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത്, അകത്തോട്ട് വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, വീടിന്റെ ചുറ്റുവട്ടത്ത് ഇതിനെ ഉറുമ്പുകൾ, കടിക്കുന്ന ഉറുമ്പുകളെ നമ്മൾ കാണുന്നെങ്കിൽ, മണ്ണിനകത്ത് കാണുന്നെങ്കിൽ, നിങ്ങൾ അവിടെ നല്ല രീതിയിലൊന്ന് സെർച്ച് ചെയ്യണം, നന്നായിട്ടൊന്ന് പരിശോധിക്കണം. ആ ഏരിയ ഒന്ന് കുഴിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഏരിയ നന്നായിട്ടൊന്ന് പരിശോധിച്ചാൽ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. മേ ബി ഒരു തകിടോ അല്ലെങ്കിൽ ചെമ്പ് കൊണ്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഏലസ് പോലത്തെ എന്തെങ്കിലുമോ, അതുമല്ലെങ്കിൽ അസ്ഥിയോ കിട്ടാൻ സാധ്യതയുണ്ട്. മനുഷ്യരുടെ എന്ന് ഞാൻ പറയുന്നില്ല, മൃഗങ്ങളുടെയൊക്കെ ആവും. അപ്പോൾ അത്തരത്തിൽ അവിടെ കടിക്കുന്ന ഉറുമ്പുകളുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ ആ ഏരിയ ഒന്ന് സെർച്ച് ചെയ്യാനുള്ളത് മറക്കണ്ട, അത് ചെയ്യുക. പൊതുവേ പറഞ്ഞാൽ കടിക്കുന്ന ഉറുമ്പുകൾ വീട്ടിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല. ഇനി ഉറുമ്പുകൾ വരുമ്പോൾ നല്ലതുകൊണ്ട് ചീത്തയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് പ്രതിവിധിയുണ്ട്. നല്ലത് വന്നാലും പ്രതിവിധി ചെയ്യണം, മോശം വന്നാലും പ്രതിവിധി ചെയ്യണം. വരുന്ന ഉറുമ്പിനെ കൊന്നുകളെ, ഇപ്പം നമുക്കറിയാം മാർക്കറ്റിലൊക്കെ പലതരത്തിലുള്ള സ്പ്രേ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചാൽ കടിച്ചാൽ മതി, അല്ല ഇതങ്ങ് പോകും. നമ്മളൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. സഹജീവികളെ കൊല്ലുവാൻ ഒരു മതഗ്രന്ഥത്തിലും പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല, അല്ലേ? നമുക്ക് ദോഷകരമായി ബാധിക്കുന്നതിനെ കൊല്ലാൻ പറയുന്നില്ല, അതിനെ ഒഴിവാക്കാനേ പറയുന്നുള്ളൂ. അതിനെ ഒരിക്കലും കൊല്ലാനായിട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം അടുത്ത ചോദ്യം വരും, ഒരു കൊതുക് വന്നിരുന്ന് കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്, അല്ലേ? അങ്ങനെ ഒരു ചോദ്യം കൂടെ വരും, അല്ലേ? കൊതുകിന് വാസ്തവമായിട്ടും ഈ പറയുന്ന ലക്ഷണശാസ്ത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഉറുമ്പുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇവര് വീട്ടിലേക്ക് വരുന്ന സന്ദർശകർ എന്ന നിലയിൽ കണക്കാക്കുകയാണെങ്കിൽ, ലക്ഷണശാസ്ത്ര പ്രകാരം കണക്കാക്കുകയാണെങ്കിൽ, കറുത്ത ഉറുമ്പാണ് വരുന്നതെങ്കിൽ ഐശ്വര്യത്തിനെയും, ചുവന്ന ഉറുമ്പാണ് വരുന്നതെങ്കിൽ അശുഭ ലക്ഷണത്തിനെയും സൂചിപ്പിക്കുന്നു. കറുത്ത ഉറുമ്പ് വരുന്നത് സമൃദ്ധിയാണെങ്കിൽ ആ കറുത്ത ഉറുമ്പ് മുട്ടയുമായിട്ട് വരാറുണ്ട്, കൂട്ടമായിട്ട്, പെട്ടെന്നൊരു ദിവസം. അത് നമ്മുടെ സാമ്പത്തിക ഉയർച്ചയെയാണ് കാണിക്കുന്നത്. സാമ്പത്തികമായിട്ട് നമ്മൾ പെട്ടെന്ന് ഉയരാൻ പോകുന്നു എന്ന സൂചന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അത് വിജയകരമായിട്ട് അതിൽ നിന്നും സാമ്പത്തിക സ്രോതസ്സ് വലിയ രീതിയിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന ശുഭ സൂചനയായിട്ടാണ് ഈ പറയുന്ന ഉറുമ്പുകൾ
കടന്നു വരുന്നത് കറുത്ത ഉറുമ്പുകളുടെ കാര്യത്തിൽ. മുട്ടയുമായി വരുന്നത് വളരെയധികം സമ്പൽ സമൃദ്ധിയാണ് കാണിക്കുന്നത്. ഇനി ഈ ഉറുമ്പുകൾ താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന, ഭിത്തിയിലൂടെ മുകളിലേക്ക് കറുത്ത ഉറുമ്പുകൾ കയറുന്ന കാണിക്കുന്നത് വലിയ സാമ്പത്തിക ലാഭത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ വലിയ സാമ്പത്തിക ലാഭത്തിനെയാണ് താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന കാണിക്കുന്നത്. എന്നാൽ തിരിച്ച് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സമ്പത്ത് വരികയും അതുപോലെ ചെലവുകൾ ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായോ? വരവും ചെലവും എന്ന് പറയുന്നത് സന്തുലിതമായിരിക്കും എന്നാണ് കാണിക്കുന്നത്, ഒരു സൂചനയാണ് കാണിക്കുന്നത്. ഈ കറുത്ത ഉറുമ്പുകൾ അരി ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ വന്നിരിക്കാറുണ്ട്. അരി ഇട്ട് വെക്കുന്ന പാത്രത്തിലൊക്കെ വന്നിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയെയാണ് കാണിക്കുന്നത്, ധനപരമായിട്ടുള്ള ഉയർച്ചയെ കാണിക്കുന്നത്. അതുപോലെ നമ്മൾ സ്വർണം, പണമൊക്കെ വെച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ കറുത്തുറുമ്പ്, അലമാരി, ഈ സ്റ്റീൽ അലമാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ കറുത്തുറുമ്പുകൾ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതൊക്കെ പ്രകൃതിയെ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പലതും നമുക്കറിയാൻ പറ്റും. അങ്ങനെ കയറിപ്പോകുന്ന കാണാൻ പറ്റും. അതും അഭിവൃദ്ധിയാണ്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള സമ്പത്ത് ഡബിൾ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇരട്ടിയാകുന്ന ഒരു ഇതിനെയാണ് കാണിക്കുന്നത്. എന്ത്? ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലാണ് ഈ ഉറുമ്പുകളെ കാണുന്നതെങ്കിൽ, കറുത്ത ഉറുമ്പുകളെ കാണുന്നതെങ്കിൽ. ഇനി ഇവർ വരുന്ന ദിക്കും കൂടെ പറയാം. ആദ്യം നല്ലത് പറയാം, എന്നിട്ട് മോശം പറഞ്ഞാൽ പോരെ. ഇവർ വരുന്ന ദിക്കുകൾ കൂടെ പറയാം. നമ്മൾ ദിക്കുകളുടെ കാര്യം നോക്കുമ്പോൾ വടക്ക് നിന്ന് വരുന്നതാണ് ഉത്തമം. വടക്ക് നിന്ന് വന്നു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയാണ് കാണിക്കുന്നതെങ്കിൽ, കിഴക്ക് നിന്ന് വരുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ദിശ അനുസരിച്ച് കിഴക്ക് നിന്ന് വരുന്നതാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ, നിങ്ങൾ കുറേ നാളും കൊണ്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത കേൾക്കാൻ പോകുന്നു എന്ന് ലക്ഷണത്തിൽ പറയുന്നു. കിഴക്ക് നിന്നാണ് വരുന്നതെങ്കിൽ. പടിഞ്ഞാറ് നിന്ന് വരുന്നതാണ് എന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് നിങ്ങളുടെ ഒരു യാത്ര സഫലമാകാൻ പോവുകയാണ്. അതൊരു വിദേശ യാത്രയാവാം, അല്ലെ മറ്റെന്തെങ്കിലും ആവാം, ജോലി സംബന്ധമായിട്ടുള്ളതാവാം. ആ ഒരു യാത്ര സഫലമാകാൻ പോകുന്നു എന്ന ലക്ഷണമാണ് എവിടെ കാണിക്കുന്നത്? ഈ പറയുന്ന പടിഞ്ഞാറ്റിൽ നിന്ന്, പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ. കിഴക്കുന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വാർത്ത കേൾക്കുന്നു. വടക്കുന്ന് വരുന്നത് ധനപരമായിട്ടുള്ള ഉയർച്ച. തെക്ക് നിന്ന് വരുന്നത് അത്ര നല്ലതല്ല, അത് കറുപ്പായാലും ചുവപ്പായാലും. ഇനി ഇത്രയും ഞാൻ പറഞ്ഞു. കറുത്ത ഉറുമ്പിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കറുത്ത ഉറുമ്പ് വരുന്നത് വളരെ നല്ലതാണ്. ചുവന്ന ഉറുമ്പിൻ്റെ കാര്യം എടുക്കാം. ചുവന്ന ഉറുമ്പ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. കടിക്കുന്നതുമുണ്ട്, കടിക്കാത്തതുമുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ ചോനൽ എന്നൊക്കെ പറയും കേട്ടോ. കറുത്തയല്ല, ചുവന്ന ചോനൽ എന്ന് പറയും. അത് കടിക്കില്ല, പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. രണ്ട് കടിക്കുന്ന ഒരു തരം ചുവപ്പുറുമ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുളിയനുറുമ്പല്ല. പുളിയനുറുമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന മരങ്ങളിൽ മാത്രം, മാവുകളിലൊക്കെ കാണപ്പെടുന്നത്. അത് അങ്ങനെ വീടുകളിലോട്ട് കയറാറില്ല. മാവുകളിൽ കാണപ്പെടുന്ന ഒരു തരം പുളിയനുറുമ്പുണ്ട്, അതല്ല ഞാൻ ഈ പറയുന്നത്. ചുവന്ന ഉറുമ്പ് കടിക്കുന്നത്, കറുപ്പായാലും കടിക്കുന്നത് വരുന്നത് അത്ര നല്ലതല്ല, ശത്രുവിനെയാണ് കാണിക്കുന്നത്. കറുത്ത ഉറുമ്പ് കടിക്കുന്നതാ വരുന്നതെങ്കിൽ കാണിക്കുന്നത് ശത്രുദോഷം. നിങ്ങളുടെ അയൽ വക്കത്തൊരു ശത്രുവുണ്ട്, അതായത് വീടിൻ്റെ തൊട്ടയലത്ത് തന്നെ ശത്രുവുണ്ട്, സൂക്ഷിച്ചിരിക്കുക, കരുതിയിരിക്കുക എന്നുള്ളതാണ് കറുത്ത കടിക്കുന്ന ഉറുമ്പ്. ചുവപ്പിനെ പറ്റി പറയാം. ചുവപ്പെന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, ചോനലുണ്ട്, പിന്നെ അല്ലാതെ കടിക്കുന്നതുണ്ട്. കടിക്കുന്ന ഉറുമ്പ് വരുന്നത് അത്ര നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞു. ചുവന്ന ഉറുമ്പുകളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന കടിക്കുന്ന ഉറുമ്പുകളുടെ കാര്യമാണ് പറയണം കേട്ടോ. അതിന് അവർ വന്നു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ ധനനഷ്ടമാണ് പറയുന്നത്. അപ്രതീക്ഷിതമായ ധനനഷ്ടം. കടിക്കാത്ത ചുവന്ന ഉറുമ്പാ വരുന്നെന്നുണ്ടെങ്കിൽ വായ്പയാണ് സൂചിപ്പിക്കുന്നത്. വായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കടം മേടിച്ച് വായ്പ എടുത്ത് എന്ത് ചെയ്യുക, കടക്കണിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ചുവന്ന ഉറുമ്പ് കയറി വരുന്നതിൻ്റെ ലക്ഷണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സൂചനയാണ്. ഐശ്വര്യത്തിനെയും സമ്പത്തിനെയും സൂചിപ്പിക്കാൻ കറുത്ത ഉറുമ്പുകൾ വരുമ്പോൾ നഷ്ടത്തെയും ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കാൻ ചുവന്ന ഉറുമ്പുകൾ കടന്നു വരുന്നു. ഇനി അടുത്ത ചോദ്യം, ഉറുമ്പുകൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? ഉറുമ്പുകൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീടിൻ്റെയൊക്കെ മുന്നിലൂടെ ആനകൾ പോകുമ്പോൾ, ആന പോകുമ്പോൾ എല്ലാ വീടിൻ്റെയും മുമ്പിലില്ല, ചില വീടുകളുടെ മുമ്പിൽ വന്നിട്ട് ഇത് തുമ്പിക്കൈ ഉയർത്തി കാണിക്കും. നിങ്ങളവിടെ പഴവും ശർക്കരയായിട്ട് നിൽക്കുന്നതുകൊണ്ടല്ല അത് കാണിക്കുന്നത്, അതിന് വേണ്ടിയിട്ടും അല്ല അത് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ കാണിച്ചിട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ വലിയ കാര്യമാക്കത്തില്ല, അത് ആനയുടെ സ്വഭാവമാണ്, ആനയുടെ ശൈലിയാണ് എന്നൊക്കെ പറയും. മറ്റുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഐശ്വര്യവും ഊർജവും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലാതെ അവരുടെ വാഹനമായിട്ടല്ല.
ദുർഗാദേവിയുടെ വാഹനം സിംഹമാണ് എന്ന് പറഞ്ഞ് സിംഹത്തെ കൊണ്ടൊന്ന് എഴുന്നള്ളിക്കാൻ പറ്റുമോ? ഗണപതിയുടെ വാഹനം എലിയെ കൊണ്ടൊന്ന് എഴുന്നള്ളിപ്പിക്കാൻ പറ്റുമോ? അയ്യപ്പൻ്റെത് കുതിരയാണ്, പുലിയല്ല, കുതിരയാണ്. അപ്പോൾ ഓരോരുത്തരുടെ വാഹനം കൊണ്ടൊന്ന് എഴുന്നള്ളിക്കാൻ പറ്റും. എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്ന ദേവേന്ദ്രൻ്റെ മാത്രമേ ഉള്ളൂ ഈ ആന എന്നുള്ളതാണ്. വേറെ ആർക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. അത് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ആനകളെ കൊണ്ടുവരാനുള്ള കാരണം, ചില നാടുകളിൽ പശുക്കളുടെ പുറത്തും കാളുകളുടെ പുറത്തും എഴുന്നള്ളിപ്പിക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. അപ്പോൾ അവർക്ക് ഊർജത്തിനെയും ഐശ്വര്യത്തിനെയും തിരിച്ചറിയാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആനകൾക്കുണ്ട്. പിന്നെ മാത്രമല്ല, മനുഷ്യൻ ഇണക്കി വളർത്തിയതിൽ പ്രധാനിയായിട്ടുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത് ആന എന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ എഴുന്നള്ളത്തിനൊക്കെ എതിരാണ്. ഈ പറയുന്ന ജീവികളെയൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രഥത്തിൽ തന്നെ ഇരുത്തി വേണം നമ്മുടെ സ്ഥലദേവനെ അല്ലെങ്കിൽ രാജാവിനെ പോലെ കാണുന്ന ഭഗവാനെ എഴുന്നള്ളിക്കാൻ. അതിനൊത്താണ് ഞാൻ യോജിക്കുന്നത് എപ്പോഴും. അപ്പോൾ എന്നിരുന്നാലും അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു വരട്ടെ, ആരും വേറൊന്നും പറയണ്ട. അപ്പോൾ ആനകൾക്ക് ഇത് മനസ്സിലാവും. അതുപോലെ പല ജീവികൾക്കും ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഉറുമ്പിന് ഇത് മനസ്സിലാവുമെന്ന് ചോദിക്കും. അപ്പോൾ അടുത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ വിളിക്കുന്ന ഈശ്വരൻ ആരാണോ ആ ദൈവം, നിങ്ങളൊരു പ്രപഞ്ച ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഓക്കെ, ഒന്നിലും വിശ്വസിക്കേണ്ട, ദൈവം ഇല്ല എന്ന് തന്നെ പറഞ്ഞോട്ടെ. പക്ഷെ ഒരു ശക്തി, ഒരു പ്രപഞ്ചമാകുന്ന പ്രകൃതിയാകുന്ന ഒരു ശക്തി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുണ്ടല്ലോ, എല്ലാവരും അതിനെ തന്നെ പല പേരുകളിൽ വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ ശിവനാണെങ്കിലും മഹാവിഷ്ണു ആണെങ്കിലും ഈ പറയുന്ന അള്ളാഹു ആണെങ്കിലും യേശുക്രിസ്തു, എല്ലാം കൃഷ്ണ എന്തോ ആണെങ്കിലും പ്രപഞ്ചം എന്ന് പറയുന്ന ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അത് തന്നെയല്ലേ നമ്മുടെ ഈ പറയുന്ന സഹസ്രനാമത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ശാന്താകാരം ഭുജംഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗംഗസദൃശ്യം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്ത കമലനയനം യോഗി ഹൃദയനം വന്ദേ വിഷ്ണു ഭവ ഭയഹരം സർവ്വലോകനാഥം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ പ്രകൃതിയാണ് ഈശ്വരൻ എന്നാണ്. പ്രപഞ്ചമാണ് ഈശ്വരൻ, പ്രകൃതിയല്ല, പ്രപഞ്ചമാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രപഞ്ചശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന തെളിവ്. ഇതിനകത്തൊന്നും വിശ്വാസമില്ലാത്തവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി ഇതൊക്കെ കണക്കിലെടുത്തിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല, വിട്ടേക്കുക. മുന്നറിയിപ്പ് അല്ല, നിങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നു, നിങ്ങൾ നാളെ വലിയ ആപത്ത് വരാൻ പോകുന്നു, അങ്ങനെയല്ല. മുന്നറിയിപ്പ്, അതിന്റെ വേണ്ട പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചാൽ എടുക്കുക, മുൻകരുതൽ എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ എന്തിനാ നമ്മൾ ദൈവത്തെ വിളിക്കുന്ന? ദൈവം നേരിട്ട് വന്ന് പറയുമോ? ഇല്ല. മുന്നറിയിപ്പുകൾ തരും, ചില സൂചനകൾ തരും, അത്രേ പറ്റൂ ആ ദൈവത്തിനെ കൊണ്ട്. നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് അതേ നടക്കൂ. അതിന് നമ്മുടെ ചുറ്റുമുള്ള പല ക്രീച്ചേഴ്സാണ് നമ്മളെ അതിനെന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. അപ്പോൾ ആ ഉറുമ്പുകൾ വരുന്നു. അപ്പോൾ ഈ കടക്കണി ഉണ്ടാക്കുന്ന ഉറുമ്പ് വന്ന് അതിനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത്, അല്ലെ സ്പ്രേ അടിച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ, നല്ലതല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? വരാതിരിക്കാൻ നോക്കുക. എത്ര വൃത്തിയാക്കിയിട്ടാലും വരും. നിങ്ങൾക്കറിയാമോ, ഉറുമ്പ് നെയ്യ് കഴിക്കില്ല. ഉറുമ്പ് നെയ്യ് കഴിക്കില്ല, പക്ഷെ നെയ്പാത്രത്തിൽ ഉറുമ്പ് കയറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഴുക്കിനകത്ത് മാത്രമല്ല, നല്ല വൃത്തിയും ശുദ്ധിയുമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഉറുമ്പ് വരും. എന്താ കാരണം? അപ്പൊ അവിടെ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുക, സൂചനയാണ്. അപ്പൊ ഈ ഉറുമ്പിനെ തുരത്താൻ എന്താ ചെയ്യുക? കായപ്പൊടി വിതറാം. ഉറുമ്പ് ചത്തുപോകത്തില്ല, പക്ഷെ ആ ഏരിയയിൽ വരില്ല. ഗ്രാമ്പു ഇടാം, ഉറുമ്പ് വരില്ല. നാരങ്ങ നീര് സ്പ്രേ ചെയ്യാം, വരത്തില്ല, പോകും, അത് ചത്തുപോയില്ല. അത് കറുത്ത ഉറുമ്പാണെങ്കിലും ചുവന്ന ഉറുമ്പാണെങ്കിലും. അപ്പോൾ നമുക്ക് ഉറുമ്പിനെ അങ്ങനെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. സോ നമ്മൾ അങ്ങനെ ഒഴിവാക്കി നമുക്കത് തിരിച്ചറിഞ്ഞ് അനുസൃതമായിട്ട് പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. ഇനി കറുത്തുറുമ്പ് വരുമ്പോൾ എന്താണ് പ്രതിവിധി? ഇതിന്റെ പ്രതിവിധി വന്നു, ചുമപ്പിന്റെ പ്രതിവിധി വന്നു, കറുപ്പിന് എന്താ പ്രതിവിധി? അപ്പോൾ കറുപ്പ് വരികയാണെങ്കിൽ അരിമാവ് ഇട്ട് കൊടുക്കുക. അരിമാവ് അറിയാമല്ലോ എന്തുവാന്നുള്ളത്. അത് കൊടുക്കുമ്പോൾ പ്രകൃതി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ ദൈവം മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് നൽകിയ സൂചന നിങ്ങൾ സ്വീകരിച്ചു, നിങ്ങൾക്ക് കിട്ടി, സംഭവം കിട്ടി. തൊട്ടടുത്ത ദിവസം ഇത് അപ്രത്യക്ഷമാവും. സ്ഥിരമായിട്ട് നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. തൊട്ടടുത്ത ദിവസം ഇത് അപ്രത്യക്ഷമായിരിക്കും, ഒരു സംശയമില്ല. നിങ്ങൾ വിചാരിക്കും ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നില്ല, താമസിക്കില്ല. അവിടെയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ തിരിച്ചറിയുന്നു. ഇനി ഈശ്വരന്റെ സംവേദനമാണ് മനുഷ്യരോട് ഇങ്ങനെ. ഇത് തിരിച്ചറിയാൻ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഈ സംവേദനം പലർക്കും, ഞാൻ ഈ പറയുമ്പോൾ അനുഭവമുള്ള നിരവധി പേരുണ്ടാവും. ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്ന പലരും ഉണ്ടാവും, അല്ലേ? ഈശ്വരനോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ആ ഈശ്വരനെ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ, ലോകത്ത് വേറെ ഒരാൾക്കും കാണാൻ പറ്റില്ല. ആ നിങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം പ്രകടമാകുന്ന ഒരു ശക്തിയുണ്ട്. അത് നിങ്ങളുടെ സാധന കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും. ഇപ്പൊ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഒന്ന് ബോഡി എണീറ്റ് എന്നേ പറയൂ.
വേറൊരാൾ എൻ്റെ അടുത്തൊന്ന് പറയും ഞാൻ കണ്ടു ദൈവത്തിനെ, ഞാൻ വിശ്വസിക്കൂ? ഇല്ല. കാരണം എന്താ? അയാൾ കണ്ട ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. അത് ഓരോരുത്തരുടെയും തിരിച്ചറിവാണ് ഉള്ളിൽ, അതായത് അകക്കണ്ണ്, ഇൻസൈറ്റ് എന്നൊക്കെ പറയും. അതിലൂടെ അവർ സംവേദിക്കുകയാണ്. ദൈവത്തോട് സംസാരിക്കുന്നവരുണ്ട്, നമ്മൾ പറയും ഭ്രാന്താണ്. അവർ തമ്മിൽ ഒരു 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 ബോണ്ടിങ് അവിടെ ഉണ്ടാവും പ്രകൃതിയുമായിട്ട്. അതിനെയാണ് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകേണ്ടത്. ഇത് തന്നെയാണ് ഗുരുവായൂരപ്പനും പറഞ്ഞിരിക്കുന്നത്, ഗുരുവായൂരിക്കുന്ന കണ്ണനും പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂരപ്പനെ കണ്ട എത്രയോ പേരുണ്ട്, എത്രയോ കഥകളുണ്ട്, എത്രയോ അനുഭവങ്ങൾ പറയുന്നവരുണ്ട്. സ്വപ്ന ദർശനം കിട്ടിയ എത്രയോ പേരുണ്ട് സ്വപ്നത്തിലൂടെ. ഞാനും ഒരു അനുഭവസ്ഥനാണ് കേട്ടോ. അപ്പോൾ പക്ഷെ അത് നമ്മൾ മറ്റൊരു വ്യക്തിയെടുത്ത് പറയുമ്പോൾ അത് ഒരിക്കലും അവർ അംഗീകരിക്കില്ല. അത് ആ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. അത് ഒരിക്കലും നിങ്ങൾ പുറത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ സംസാരിക്കുന്നവർ കാണും, നിങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുന്നവരുണ്ടാവും, സ്വപ്നത്തിൽ നിങ്ങൾ സംവേദിക്കുന്നവരുണ്ടാവും. നിങ്ങൾ അതൊന്നും പുറത്തു പറയേണ്ട കാര്യമില്ല. അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന, ഭക്തനും ഭഗവാനും തമ്മിലുള്ള അന്തരമില്ലാതെ ആകുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ അതുപോലെ ആ ദൈവം, അത് ഏത് ദൈവമായിക്കൊള്ളട്ടെ, ആ ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന ഒരു സൂചനയാണ്. എന്ത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, ഇതെന്ത് ചെയ്യുക? ഒന്ന് സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളത്. അപ്പോൾ ഉറുമ്പുകളുടെ കാര്യമാണ് പറയുന്നത്. ഉറുമ്പുകൾ ശുഭസൂചനയായിട്ടും വരും, അശുഭസൂചനയായിട്ടും വരും. കറുത്ത ഉറുമ്പുകളാണ് വരുന്നതെങ്കിൽ അഭിവൃദ്ധി, ധനം എന്നുള്ളവയാണ്. കറുത്ത കടിക്കുന്ന ഉറുമ്പാണെങ്കിൽ ശത്രുക്കൾ അയൽവക്കത്തുണ്ട്, നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഒന്ന് നോക്കി കണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലത്. ചുവന്ന ഉറുമ്പുകളാണ് വരുന്നതെങ്കിൽ വായ്പ, അതായത് കടം ആണ് സൂചിപ്പിക്കുന്നത്, ധനനഷ്ടം ആണ് സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് ഈ രണ്ട് കാര്യത്തിൻ്റെയും. ചുവന്ന കടിക്കുന്ന ഉറുമ്പുകളാണ് കുറച്ചുകൂടെ ദോഷം, ദുരിതം ഭയങ്കരമായിട്ട് വിട്ടുമാറാതെ ഇങ്ങനെ കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ഒന്നും കൊല്ലാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉറുമ്പുകളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇതിനകത്ത് പുളിയൻ ഉറുമ്പ് വരുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ പ്രകൃതിയാകുന്ന ഭഗവാൻ ഈശ്വരൻ തരുന്ന സൂചനകൾ, അത് സൂചനകളായി തന്നെ ഉൾക്കൊണ്ടു എന്ന് നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് ഭഗവാനും കൂടെ അല്ലെങ്കിൽ ഈശ്വരനും കൂടെ മനസ്സിലാക്കണം. അതിനുവേണ്ടി സൂചന നിങ്ങൾ മനസ്സിലാക്കിയെന്നറിയുമ്പോൾ വീണ്ടും 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 നിങ്ങൾക്ക് സൂചനകൾ നൽകിക്കൊണ്ടിരിക്കും. എന്ത് നടക്കാൻ പോകുന്നോ എന്നുള്ളത് നിങ്ങൾക്ക് സൂചനയായിട്ട് നൽകും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില യോഗികളായിട്ടുള്ള ആളുകൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്? ജ്യോതിഷമല്ല, പ്രവചനോ ജ്യോതിഷമൊന്നുമല്ല. നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരിൽ കുറച്ച് യോഗീവര്യന്മാരൊക്കെ ആയിട്ടുള്ളവർ പിന്നീട് കാലാന്തരത്തിൽ യോഗീശ്വരനൊക്കെ ആയിട്ട് ഇരുത്തുന്ന കണ്ടിട്ടില്ലേ? ഇവരുടെ ആ ബോണ്ടിങ് എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ടുള്ളത് ഭയങ്കര അടുപ്പമായിരിക്കും. ഈ അടുപ്പത്തിലൂടെ ഇവർക്ക് പല നിമിത്തങ്ങൾ നോക്കിയിട്ട് ഇവർ പറയും, ഇന്നത് സംഭവിക്കും, ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന ആള് ഇന്ന സമയത്ത് ഇവിടെ എത്തും എന്ന്. ഞാൻ സാക്ഷിയാണ്, ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അങ്ങനെ വരും, അതേ സമയത്ത് തന്നെ എത്തിച്ചേരും. എന്ത് നോക്കിയാ ഇവരിത് പറയുന്നത്? ഇവർ ഈ നിമിത്തവും ഈ പറയുന്ന സൂചനകളും നോക്കിയിട്ടാണ്. ഈ സൂചന ഇവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ആര് കൊടുക്കുന്നതാണ്? അവരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവർ ജന്മസിദ്ധമായിട്ട് കിട്ടിയതൊന്നുമല്ല. അവരുടെ നിരന്തരമായിട്ടുള്ള ആരാധനയിലൂടെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന അത് ഏത് ഭഗവാനായിക്കോട്ടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സൈൻ മാത്രമാണ്. ആ സൈൻ ഉപയോഗിച്ചിട്ടാണ് അവർ പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഉറുമ്പുകളെക്കുറിച്ചും കിളികളെക്കുറിച്ചും കാക്കകളെക്കുറിച്ചും പൂച്ചകളെക്കുറിച്ചും ഒക്കെ പറയാൻ. ഇനിയുമുണ്ട് ഒരുപാട് കഥകൾ, പുതിയ പുതിയ കഥകളുമായിട്ട്, പുതിയ പുതിയ വിശ്വാസങ്ങളുമായിട്ട്, പുതിയ പുതിയ ലക്ഷണശാസ്ത്രവുമായിട്ട്, നിമിത്തശാസ്ത്രവുമായിട്ട്, ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനിയും കാണാം. എല്ലാവർക്കും, പ്രേക്ഷകർക്കെല്ലാം എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.